നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ധനുഷിനെയും സ്നേഹയും ഈ വീടിനകത്തേക്ക് തിരിച്ചു കയറ്റേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തം. പക്ഷേ കുറച്ചുകൂടി കാത്തിരിക്കണം. അല്ലെങ്കിൽ അച്ഛൻ അതിനുള്ള ധൈര്യം കാണിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഈ വീട്ടിലെ മൂത്ത മരുമകൾ പോലും ഇന്ന് വരെ ഞാനത് മനസ്സുകൊണ്ട് പോലും അംഗീകരിച്ചിട്ടില്ല. പിന്നല്ലേ മോളെ, മോളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ലെന്ന് അച്ഛനറിയാം. സ്നേഹയുടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നോ അതെല്ലാം നീ അവൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ ഒരാൾക്ക് അസുഖം വരുമ്പോ ആരായാലും ചെയ്യുന്ന കാര്യമല്ലേ അച്ഛാ ഇതൊക്കെ. അതിലെനിക്ക് മാത്രം ഒരു പ്രത്യേകത എന്താ? അങ്ങനെ സാധാരണ എല്ലാവർക്കും നോക്കാൻ പറ്റുന്നൊരു അസുഖമല്ലല്ലോ ഇത്. അതുമാത്രമല്ല, അവള് നിന്നോട് സംസാരിച്ചതും പെരുമാറിയതും ഒക്കെ വെച്ച് നോക്കുമ്പോ നിനക്കവളെ ഇതുപോലെ പരിചരിക്കേണ്ട ഒരു കാര്യമില്ല. എന്നിട്ടും ഞാനിതൊക്കെ ചെയ്യുന്നത് അവൾക്ക് വേണ്ടി മാത്രമല്ല അച്ഛാ, ഈ കുടുംബത്തിന് കൂടി വേണ്ടിയാ. അച്ഛന്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ കൂടി വേണ്ടിയാ. അവൾക്കൊരു പോറലേൽക്കുന്നത് പോലും അച്ഛന് സഹിക്കില്ല എന്ന് എനിക്കറിയാം. നമ്മളെല്ലാം ധിക്കരിച്ച് ധനുഷിനെ വിവാഹം കഴിച്ച സ്നേഹയെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് അച്ഛന്റെ മനസ്സമാധാനത്തിന് വേണ്ടിയാ. അപ്പൊ പിന്നെ ഇതെന്റെ ഉത്തരവാദിത്വമല്ലേ അച്ഛാ? വന്നു കയറുന്ന പെൺമക്കളാ ഒരു വീടിന്റെ ഐശ്വര്യമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാ. അച്ഛന്റെ മനസ്സറിഞ്ഞു തന്നെ നീ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തീരാത്തൊരു സങ്കടം അച്ഛന്റെ ഉള്ളിലുണ്ട്. അതിനെങ്ങനെ പരിഹാരം കാണാനാവുമെന്ന് അച്ഛനറിയില്ല മോളെ. അച്ഛന്റെ ആ സങ്കടം എന്താണെന്ന് ഞാൻ പറയട്ടെ. ധനുഷിനെയും സ്നേഹയും നെല്ലിശ്ശേരിയിലേക്ക് തിരിച്ചു കയറ്റുന്ന കാര്യമല്ലേ? മകളെയും ഭർത്താവിനെയും ജോലിക്കാരെ പോലെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കേണ്ടി വന്നത് അച്ഛന്റെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ തൽക്കാലം അച്ഛൻ കുറച്ച് ക്ഷമിച്ചേ പറ്റൂ. സച്ചേട്ടനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ നന്ദേട്ടന്റെയും സന്ദീപിന്റെയും കാര്യം അച്ഛൻ അറിയാവുന്നതല്ലേ. അത്ര പെട്ടെന്നൊന്നും അവരതിന് സമ്മതിക്കില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയ്ക്ക് അപമാനമല്ലേ അവൾ അവർക്കുണ്ടാക്കി വെച്ചത്. പക്ഷേ ഞാനൊരു അച്ഛനല്ലേ മോളെ, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ വിഷമിക്കണ്ട. ധനുഷിനെയും സ്നേഹയും ഈ വീടിനകത്തേക്ക് തിരിച്ചു കയറ്റേണ്ടത് എന്റെയും കൂടി ഉത്തരവാദിത്തം. പക്ഷേ കുറച്ചുകൂടി കാത്തിരിക്കണം. അല്ലെങ്കിൽ അച്ഛൻ അതിനുള്ള ധൈര്യം കാണിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? അച്ഛനൊരു തീരുമാനമെടുത്ത അതിനെ അച്ഛന്റെ ആൺമക്കൾ എതിർക്കില്ല. ഇഷ്ടക്കേട് പറയുമായിരിക്കും, പക്ഷെ അനുസരിക്കും. ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യത്തില് അങ്ങനെ ഒരു തീരുമാനം അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രമേ അവരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ഇല്ലെങ്കിൽ എന്നും അവർക്ക് ഔട്ട് ഹൗസിൽ തന്നെ ജീവിക്കേണ്ടി വരും. എന്ത് വേണമെന്ന് അച്ഛൻ ആലോചിച്ച് തീരുമാനിക്കേ. ഞാൻ അച്ഛന്റെ കൂടെ തന്നെയുണ്ട്. അർച്ചന പറഞ്ഞത് കേട്ടിട്ട് അച്ഛൻ ചാടിക്കേറി തീരുമാനമൊന്നും എടുക്കാൻ നിൽക്കണ്ട. സച്ചയെ പറഞ്ഞു മയക്കി അവളുടെ സാരിത്തുമ്പി കെട്ടിക്കൊണ്ട് നടക്കാൻ
അർച്ചനയ്ക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ അതുപോലെയല്ല അച്ഛന്റെ മറ്റു 2 ആൺമക്കൾ, പ്രത്യേകിച്ച് നന്ദേട്ടൻ. അവര് രണ്ടുപേരും ഇതിനൊരിക്കലും സമ്മതിക്കില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ എന്റെ മോൾ ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കണമെന്നാണോ നീ പറയുന്നത്? എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. പക്ഷെ മകൾക്കും മരുമകനും വേണ്ടി അച്ഛൻ ആൺമക്കളെ ശത്രുക്കളാക്കരുത്. മതി, ഇനി നീ ഒന്നും പറയണ്ട. നിനക്കൊരു കാര്യം അറിയാവോ? അച്ഛനും അമ്മയ്ക്കും എല്ലാ മക്കളും ഒരുപോലെയാ. അതിൽ ആണെന്നോ പെണ്ണെന്നോ ഒരു വ്യത്യാസവും. ഏത് മക്കൾക്ക് ദുഃഖം വന്നാലും അത് അച്ഛന്റെയും അമ്മയുടെയും ദുഃഖം തന്നെയാ. ഇവിടെ ഇപ്പോ അവളുടെ അമ്മയില്ല. ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ആൺമക്കളെയെല്ലാം അവള് പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരുന്നു. ഈ വീട് സ്നേഹയ്ക്കും കൂടി അവകാശപ്പെട്ടതാ. എന്നിട്ടാ അവൾ ഔട്ട് ഹൗസിൽ താമസിക്കുന്നത്. നീ ഈ വീട്ടിലെ മൂത്ത മരുമകളല്ലേ? അവളുടെ അമ്മയുടെ സ്ഥാനമില്ലേ നിനക്ക്? നന്ദനെയും സന്ദീപിനെയും നിനക്ക് പറഞ്ഞ് സമ്മതിപ്പിച്ചൂടെ? ഞാൻ പറയാനോ? കൊള്ളാം. അച്ഛന്റെ മകൻ എന്നെ കടിച്ചു കയറി കൊന്നുകളയും. എങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. എന്റെ ആൺമക്കൾ എന്റെ ഒപ്പം നിന്നാലും ഇല്ലെങ്കിലും എന്റെ മകളെ ഞാൻ ഉപേക്ഷിക്കില്ല. പറഞ്ഞേക്ക് നിന്റെ ഭർത്താവിനോട്. അത് ശരി, കിളവനാള് കൊള്ളാലോ. ഇതിനെല്ലാം പിന്നിൽ അർച്ചനയുടെ കുത്തിത്തിരിപ്പാണ്. അവളൊപ്പം നിൽക്കുന്നതുകൊണ്ട് കിളവൻ ഇത്രയ്ക്ക് ധൈര്യം. എന്തായാലും ധനുഷിനെയും മരുമകനായിട്ട് ഈ വീടിന്റെ കൈപിടിച്ച് കയറ്റാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.